നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. മെമ്പറെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ ചർച്ച ചെയ്യാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ ആലങ്കോട് പഞ്ചായത്ത് ഓഫീസ് വളഞ്ഞുകൊണ്ടുള്ള UDF സമരം തൽക്കാലത്തേക്ക് നിർത്തിയതായി നേതാക്കൾ അറിയിച്ചു. വാർത്ത വിശദമായി. ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് കെയർ. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ്, ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. ആലങ്കോട് പഞ്ചായത്ത് അംഗമായ CK അഷ്റഫിനെയും പരാതിയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയവരെയും പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഷ്റഫ് കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ ചർച്ച ചെയ്യാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ പഞ്ചായത്ത് ഓഫീസ് വളഞ്ഞുകൊണ്ടുള്ള സമരം തൽക്കാലം അവസാനിപ്പിച്ചതായി UDF നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധം കനക്കുമെന്ന് കണ്ടപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി UDF നേതാക്കളുമായി ചർച്ച നടത്തിയത്. 2 ദിവസം പഞ്ചായത്ത് ദിനാഘോഷ പരിപാടികൾ നടക്കുകയാണെന്നും അതുകഴിഞ്ഞ് ഏറ്റവും അടുത്ത ദിവസം തന്നെ UDFിലെയും LDFിലെയും നേതാക്കളെ കൂടി വിളിച്ചുവരുത്തി ചർച്ച ചെയ്യാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ബൈജു, ഇന്റേണൽ വിജിലൻസ് ഓഫീസർ KK രാജൻ എന്നിവരുടെ ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9ഓടെയാണ് UDF ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 200ഓളം വരുന്ന പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് വളഞ്ഞത്. പരാതിയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയ കാളാച്ചാൽ സ്വദേശി ളപ്പിൽ മുഹമ്മദിനെയും മകൻ ജുനൈദിനെയും പഞ്ചായത്ത് അംഗമായ CK അഷ്റഫിനെയും കാളാച്ചാൽ വാർഡ് മെമ്പർ മുഹമ്മദ് അഷ്റഫ് കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ പഞ്ചായത്ത് അംഗത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDF സമരം നടത്തിയത്. UDF നേതാക്കളായ അഷ്റഫ് കോക്കൂർ, സിദ്ദിഖ് പന്താവൂർ, PP യൂസഫലി, PT ഖാദർ, ഷാനവാസ് വട്ടത്തൂർ, രഞ്ജിത്ത് അഡാട്ട്, MK അൻവർ, ഹുറൈർ കൊളക്കാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത്. ഉണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കറിയാമല്ലോ. ആ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ഒരു വിശദീകരണം ആവശ്യമില്ല. പഞ്ചായത്തിലേക്ക് പരാതി പറയാൻ വന്ന ആ പരാതിക്കാരനെ മർദ്ദിക്കുന്നു. അവിടെ അതേപോലെ തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു ജനപ്രതിനിധിയെ കയ്യേറ്റം ചെയ്യുന്നു. ഇതാദ്യമായി ഉണ്ടാകുന്ന സംഭവമല്ല. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത്, ആ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആ പാർട്ടി ഇതിന് ഉത്തരം പറയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്തിനകത്ത് കടന്നു വരുന്ന സാധാരണ ജനങ്ങൾക്ക് പരാതി പോലും ബോധിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ കടന്നു വരാൻ പേടിക്കുന്ന തരത്തിലേക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണം മാറിയിട്ടുണ്ട്. ആ സമരം നടക്കുന്നതിന്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വരാമെന്ന് പറഞ്ഞു. ഇവിടെ മലപ്പുറത്ത് അസിസ്റ്റന്റ് ഡയറക്ടറും അതേപോലെ തന്നെ മറ്റൊരു ഇന്റേണൽ വിജിലൻസ് ഓഫീസറും കൂടി ഇവിടെ വന്ന് നമ്മളുമായി ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു തീരുമാനം, പഞ്ചായത്തിന്റെ സംസ്ഥാന പരിപാടികൾക്ക് പഞ്ചായത്ത് ദിനാഘോഷം ഗുരുവായൂരിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ഇന്നും നാളെയും നടക്കുകയാണ്. ആ ജോയിന്റ് ഡയറക്ടർ അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് സെക്രട്ടറി മെമ്പർമാരൊക്കെ അവിടെ എത്തേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ ഒരു സമയം അനുവദിക്കണം. അതിനുശേഷം ഇവിടെ വന്ന് ചർച്ച ചെയ്ത് അതിന് തീരുമാനമുണ്ടാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ അന്തസ്സത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട്, പോലീസ് ഓഫീസറുടെ അന്തസ്സത്തെ നമ്മൾ ഉൾപ്പെടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഈ മാന്യമായ ഇടപെടലിൽ പരിഗണിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ഈ സമരം ഇവിടെ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. ഇത് വീണ്ടും നമുക്ക് മാന്യമായ നമ്മുടെ തീരുമാനത്തിലെത്തില്ലെങ്കിൽ വീണ്ടും നമ്മൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എടപ്പാൾ, കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽക്സിൽ പുതുപുത്തൻ കളക്ഷൻസ്. വിവാഹാഘോഷങ്ങൾ, മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ, നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എടപ്പാൾ, തൃപ്രയാർ, ചാവക്കാട്, പുത്തനത്താണി, പെരിന്തൽമണ്ണ. നിങ്ങൾക്കേവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ്, ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. കമ്പിയിടാതെ ദന്തക്രമീകരണത്തിന് പുതിയ ചികിത്സ.
അസ്ഥിദന്ത ക്രമീകരണ ചികിത്സ, ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ്, ഇംപ്ലാന്റ് ചികിത്സ, കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ. ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ഡെന്റൽ ക്ലിനിക്, എടപ്പാൾ റോഡ്, HDFC ബാങ്കിന് എതിർവശം, ചങ്ങരംകുളം. ഫോൺ 9645232232 9952292265. Sunrise Hospital. Care beyond cure.